നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഇന്ധനവില വർധനവിനെ ന്യായീകരിച്ച് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി. ചാലക്കുടി മർച്ചന്റ് യൂത്ത് വിംഗ് ഓണവിളംബര ഘോഷയാത്ര നടത്തി. കാർഷിക മേഖലയിൽ മികവ് തെളിയിച്ച കുരുന്നു കർഷകന് നാടിന്റെ ആദരവ്. കൊച്ചി മെട്രോ പേരുമാറ്റം ആലോചനയിലില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വലിയ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ഇന്ധനവില വർധനവിനെ ന്യായീകരിച്ച് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി. പാചകവാതകം ഇത്രയും വില കുറച്ച് ലോകത്ത് ഒരു രാജ്യവും വിൽക്കുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. യുദ്ധത്തിന് മുമ്പ് 4 അംഗങ്ങളുള്ള വീട്ടിൽ ദിവസം കുറഞ്ഞത് 9 രൂപയുടെ പാചകവാതകമാണ് കത്തിച്ചിരുന്നത്. ഇത്രയും കുറഞ്ഞ നിരക്കിൽ മറ്റൊരു ഉൽപ്പന്നവും ലഭിക്കില്ല, സുരേഷ് ഗോപി പറഞ്ഞു. ഇന്ധനവില വർധന നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെ ദോഷമായി ബാധിച്ചില്ലേ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. രാജ്യാന്തര വിപണിയിൽ ഏത് വിലയിലാണോ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് അതിന് ആനുപാതികമായി നിരക്കിലാണ് ഇന്ധനവില നിശ്ചയിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ വെളിച്ചെണ്ണ വില ഉയർന്നതിൽ യുദ്ധത്തിനോ മന്ത്രാലയത്തിനോ പങ്കുണ്ടോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു. ചായയുടെ വില 10 രൂപയിൽ നിന്ന് 12 രൂപയായി എന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ അതും പെട്രോളിയം കാരണമാണോ എന്നാണ് മന്ത്രി തിരിച്ചു ചോദിച്ചത്. വില എപ്പോൾ കുറയുമെന്ന് പറയാനാകില്ലെന്നും നാളെ മുതൽ ബോംബിടൽ നിർത്തിയാൽ നാളെ വില കുറയില്ലെന്നും അതിനു മുമ്പ് വാങ്ങിയ വിലയ്ക്കാണ് വിൽക്കുന്നത് എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ചാലക്കുടി മർച്ചന്റ്സ് യൂത്ത് വിംഗ് ഓണവിളംബര ഘോഷയാത്ര നടത്തി. സനീഷ് കുമാർ ജോസഫ് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. മർച്ചന്റ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ബിനു തെക്കൂടത്ത് അധ്യക്ഷനായി. ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ മുഖ്യാതിഥിയായി. സെക്രട്ടറി പ്രവീൺ സിദ്ധാർത്ഥൻ, ട്രഷറർ രഞ്ജിത് നാഥൻ, അസോസിയേഷൻ പ്രസിഡന്റ് MD ഡേവിസ്, NA ഗോവിന്ദൻകുട്ടി, ഡേവിസ് വെളിയത്ത്, യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കിരൺ ഷൺമുഖൻ, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ്, വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് സിന്ധു ബാബു എന്നിവർ സംസാരിച്ചു. ചാലക്കുടിയിലെ വ്യാപാരികൾക്കും നാട്ടുകാർക്കും പായസ വിതരണവും നടന്നു. എല്ലാവരും പ്രിയപ്പെട്ട വൈസ്മാലിക്ക, ഷൈനി ചേച്ചി, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ചാലക്കുടിയിലെ മർച്ചന്റ് അസോസിയേഷൻ ചാലക്കുടിയിലെ ഏറ്റവും ശക്തമായ സംഘടനയാണ്. ചാലക്കുടിയിലെ ഏത് പരിപാടികളിലും അസോസിയേഷൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് കാണാം. അത് പള്ളിപ്പെരുന്നാളാണെങ്കിലും ഉത്സവമാണെങ്കിലും ഏത് ആഘോഷങ്ങളാണെങ്കിലും ഒക്കെ അസോസിയേഷൻ്റെ മർച്ചൻസിൻ്റെ ഒരു സാന്നിധ്യം അത് ഏറ്റവും മനോഹരമാക്കാൻ എല്ലാ തരത്തിലുള്ള പിന്തുണയും അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മർച്ചൻസ് യൂത്ത് വിങ് എല്ലാ കാര്യങ്ങളിലും വളർന്നു വരുന്ന വ്യാപാരികൾ അവർ വളരെ ശക്തരാണ്. നമ്മുടെ ഈ ഓണം അതിൻ്റെ സാഹോദര്യവും സമത്വവും ഒക്കെ വിളിച്ചോതിക്കൊണ്ട് ചാലക്കുടിയുടെ ഓണം കെങ്കേമമാക്കാൻ ചാലക്കുടിയിൽ എല്ലാവരും അതിൻ്റെ ആസ്വാദ്യകരമാക്കാനായിട്ട് എല്ലാവർക്കും ഇവിടെ പായസം വിളമ്പുകയാണ്. എല്ലാവർക്കും അതിൻ്റെ ഒരു സന്തോഷം, ആ സമത്വത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ സ്നേഹം വിളമ്പുന്നു. തീർച്ചയായിട്ടും എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ്. ഇവിടെ ഓണത്തിൻ്റെ ആഘോഷങ്ങൾ ഓണം വിളംബര
ആഘോഷ പരിപാടി എന്ന് വെച്ചാൽ മർച്ചൻസ് യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ടൗണിൽ വരുന്ന ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും പായസം കൊടുത്തുകൊണ്ട് സ്വീകരിക്കാൻ പോവാണ് ഓണത്തോടനുബന്ധിച്ച്. അതിൻ്റെ ഒരു തെളിവാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മാവേലി. 2 ദിവസം മുന്നേ ചാലക്കുടി മർച്ചൻസ് യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ വമ്പൻ പരിപാടി നടത്തി. ഞായറാഴ്ച ഷൂട്ടൗട്ട് മത്സരം നടത്തി. അപ്പോൾ ഓണ വിളംബരം എന്ന പരിപാടി ചാലക്കുടി മർച്ചൻ്റ് അസോസിയേഷൻ്റെ അല്ലെങ്കിൽ വ്യാപാരികളുടെ ഒരു ദിനമായിട്ട് നമ്മൾ കാണുന്ന ഈ ഓണത്തിന് വരവേൽക്കാനായിട്ട് ചാലക്കുടി യൂത്ത് വിങ്ങാണ് മുൻകൈയെടുത്ത് ഈ പ്രവർത്തനങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടുപോരുന്നത്. അപ്പോൾ അതിലേക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ സനീഷ് കുമാർ ജോസഫ് MLA, അതുപോലെ നമ്മുടെ ചാലക്കുടി മർച്ചൻ്റ് അസോസിയേഷൻ്റെ ലീഡറും തൃശ്ശൂർ ജില്ല കാർഷിക മേഖലയിൽ മികവ് തെളിച്ച കുരുന്ന് കർഷകന് നാടിന്റെ ആദരവ്. റോട്ടറി ക്ലബ്ബ് ചാലക്കുടി, മേലൂർ ഗ്രാമപഞ്ചായത്ത്, മേലൂർ സെയിന്റ് ജോസഫ് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള ആദരവ് ഏറ്റുവാങ്ങിയ കുറുപ്പം 9-ാം വാർഡിലെ ആര്യൻ P. ബിനീഷിനാണ് പ്രിയദർശിനി അംഗൻവാടിയുടെ ആഭിമുഖ്യത്തിൽ ഒരുമയുടെ സ്വരുമ പരിപാടിയിൽ സ്വീകരണവും ആദരവും ഒരുക്കിയത്. പ്രിയദർശിനി അംഗൻവാടി അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ആര്യൻ P. ബിനീഷിനെ പൊന്നാടയണിയിച്ച് അവർ ആദരിച്ചു. മേലൂർ ഗ്രാമപഞ്ചായത്ത് കുറുപ്പം 9-ാം വാർഡ് അംഗം PR പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സൗമ്യ ഷിബു സമ്മാനദാനം നിർവഹിച്ചു. ചടങ്ങിൽ അംഗൻവാടി ജീവനക്കാർ, ആരോഗ്യ പ്രവർത്തകർ, രക്ഷിതാക്കൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി നഗരസഭ ഓണാഘോഷം സംഘടിപ്പിച്ചു. പൊന്നോണ സംഗമം എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അധ്യക്ഷ ആലിഷ് ഷിബു അധ്യക്ഷയായി. വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. നന്ദി ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കീഴിലുള്ള വളരെ സൗഹാർദ്ദപരമായി വളരെ ഈ ഓണാഘോഷത്തിൽ കൂടെ ഓണത്തിന്റെ നന്മ നിറഞ്ഞ ജോലിക്കിടെ വൈദ്യുതാഘാതമേറ്റ് 11 വർഷമായി തളർന്നു കിടക്കുന്ന വീരഞ്ചിറ സ്വദേശി 61 വയസ്സുള്ള കൽമട സുധാകരന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് ഭാരവാഹികൾ ഓണസമ്മാനം കൈമാറി. കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ഭാരവാഹികളുടെ മാസം തോറുമുള്ള രോഗി സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് സുധാകരനെ സന്ദർശിച്ച് ഓണസമ്മാനം കൈമാറിയത്. രക്ഷാധികാരി ഡോക്ടർ ജോയ് കട്ടക്കയം, പ്രസിഡന്റ് KA ജോസ്, വൈസ് പ്രസിഡന്റ് വർഗീസ് പൊറായി, ട്രസ്റ്റി ഓമന ജോസ്, റാണി ജോഷി, മേഴ്സി പോളി എന്നിവരാണ് സുധാകരന്റെ വസതിയിലെത്തി ഓണസമ്മാനം കൈമാറിയത്. 11 വർഷം മുമ്പാണ് കൂലിപ്പണിക്കാരനായ മാരങ്കോട്ടെ ഒരു വീട്ടിൽ മരത്തിന്റെ കൊമ്പ് വെട്ടി ഇറക്കുന്നതിനിടെ വൈദ്യുതി കമ്പിയിൽ തട്ടി സുധാകരൻ ഷോക്കേറ്റ് താഴെ വീണ സുധാകരനെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. ജീവൻ രക്ഷിക്കാനായെങ്കിലും ശരീരം തളർന്നു. 11 വർഷമായി തളർന്നു കിടക്കുന്ന സുധാകരന്റെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകാനാകുന്നില്ല. കൊച്ചി മെട്രോ പേരുമാറ്റം ആലോചനയിലില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അതേപ്പറ്റി നമുക്കൊന്നും അറിയില്ല. അത് സർക്കാരുമായി ആലോചിക്കാതെ ഏകപക്ഷീയമായി പറയുന്ന കാര്യങ്ങളാണ്. ഇക്കാര്യത്തിൽ സർക്കാരുമായി ഇതുവരെ ആലോചന നടന്നിട്ടില്ല. സർക്കാരിന്റെ പരിഗണനയിലും ഈ വിഷയമില്ല. സർക്കാരുമായി ആലോചിക്കാതെ പത്രവാർത്ത നൽകിയതിനോട് പ്രതികരിക്കാനാകില്ല. സർക്കാരിന്റെ പരിഗണനയിൽ അങ്ങനെയൊരു വിഷയമേ ഇല്ലെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഭാവിയിലേക്ക് മാറ്റുമോ എന്ന ചോദ്യങ്ങളോട് എന്തിനാണ് അങ്ങനെ ആലോചിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. സർക്കാരിന്റെ പരിഗണനയിൽ ഇപ്പോൾ പേരുമാറ്റം പരിഗണനയിലില്ല. അത് KMRL മാത്രം ആലോചിച്ചാൽ പോരല്ലോ, സർക്കാരും ആലോചിക്കേണ്ടതല്ലേ. കൂടിയാലോചനയില്ലാതെ ഇത്തരമൊരു നീക്കം എങ്ങനെയുണ്ടായി എന്ന ചോദ്യത്തിന് അത് തനിക്കറിയില്ല, അത് അവരോട് ചോദിച്ചാലേ അറിയൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാവിലെ പത്രവാർത്ത കാണുമ്പോഴാണ് പേരുമാറ്റ വിഷയം അറിയുന്നത്. അങ്ങനെയല്ലല്ലോ അറിയേണ്ടത്. സർക്കാർ അറിയാതെ അവർ തന്നെത്താനെ ആലോചിച്ചതിൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ട കാര്യം പോലുമില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പ്രകൃതി ദുരന്തത്തിന്റെ സങ്കടങ്ങളടക്കം മറന്ന് ഓണത്തിന്റെ ആഘോഷത്തിൽ ഒത്തുകൂടാൻ
എല്ലാവരും ശ്രമിക്കുകയാണ്. വലിയ ധനപ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴും അതിന്റെ ക്ഷീണമേൽപ്പിക്കാതെ സർക്കാർ ജനങ്ങളുടെ കൂടെയുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓണമായതുകൊണ്ട് അടുത്ത മാസം 1-ാം തീയതി നൽകേണ്ട ക്ഷേമ പെൻഷൻ നേരത്തെ കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ്. അത് വൈകിയെന്ന് പറയരുത്. മെസ്സി വിവാദത്തിൽ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ച് സർക്കാർ തീരുമാനം ഉടൻ അറിയിക്കുന്നതാണ്. വീണയ്ക്കെതിരായ ED അന്വേഷണം മാധ്യമങ്ങളുടെ അറിഞ്ഞു. അതിൽ ബന്ധപ്പെട്ട ആളുകൾ പ്രതികരിക്കട്ടെ. ഒരു അന്വേഷണം നടക്കുമ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ താൻ കമന്റ് പറയുന്നത് അനൌചിത്യമാണ്. എല്ലാം ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. അവർ പറയുന്നതും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾ വിലയിരുത്തട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഫിഷറീസ് വകുപ്പിന്റെ ഉൾനാടൻ സംയോജിത മത്സ്യവിഭവ പരിപാലന പദ്ധതിയുടെ ഭാഗമായി മേലൂർ പഞ്ചായത്തിൽ കോലത്തുംകടവിൽ ആറ്റുകുഞ്ചു കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പോളി പുളിക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോസഫ് പൈനാടത്ത്, രമ്യ വിജിൽ, ഷിജി, വികാസ്, ജാൻസി ബാബു, MS ബിജു, MP അഭിലാഷ് എന്നിവരും മറ്റു ജനപ്രതിനിധികളും പങ്കെടുത്തു. ചാലക്കുടി മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അഞ്ജന സുനിൽ പദ്ധതിയെക്കുറിച്ച് വിവരിച്ചു. 1 ലക്ഷം ആറ്റുകൊഞ്ചു കുഞ്ഞുങ്ങൾ മേലൂർ പഞ്ചായത്തിന്റെ പരിധിയിലെ കോലത്തുംകടവ്, പാറക്കടവ്, കയ്യാനിക്കടവ്, എടത്തരക്കടവ് എന്നീ 4 ഇടങ്ങളിലായി നിക്ഷേപിച്ചു. അഴീക്കോട് ഹാച്ചറിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിഷറീസ് ഡോക്ടർ PS ശിവപ്രസാദ്, ചാലക്കുടി മത്സ്യഭവൻ ഫിഷറീസ് ഓഫീസർമാരായ നീരജ ബാബു, വെനീസ കാത്തിജോ, പ്രൊജക്ട് കോർഡിനേറ്റർ റെൻഡീന വർഗീസ്, പ്രൊമോട്ടർമാരായ പിങ്കി, രാധിക, വസന്തകുമാരി എന്നിവരും പങ്കെടുത്തു. ചാലക്കുടി ഗവൺമെന്റ് LP സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ VJ ജോർജ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മിഥുൻ കുഞ്ഞുമോൻ അധ്യക്ഷനായി. പ്രധാനാധ്യാപിക സ്മിതാൻ മാനുവൽ, MO സെലിൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഡ്രസ്, വീട്ടിലേക്കുള്ള ഉപകരണങ്ങളെല്ലാം നൽകിയത് ഡാൻസ് ക്ലബ്. ഇന്ന് ഈ ഓണാഘോഷത്തിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും എല്ലാ ഓണത്തെ കുറിച്ച് അറിയോ? എന്താ സംഭവം അറിയോ? ഓണം ടീച്ചറൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ? മാവേലിയുടെ വരവിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ അല്ലേ? നമ്മളെല്ലാവരും ആഘോഷിക്കണം ഒരു ആഘോഷമാണ് ഓണം അല്ലേ? ആ ഓണത്തിന് മുന്നോടിയായിട്ട് ഇന്ന് നമ്മളെല്ലാവരും, നമുക്ക് ജാതിയില്ല, മതവുമില്ല, വർണ്ണമില്ല, ഒന്നുമില്ലാണ്ട് നമ്മളെല്ലാവരും, എല്ലാ കുട്ടികളും എല്ലാവരും ഒരുമിച്ച് ഇന്ന് ഇവിടെ കൂടിയൊക്കെയാണ്. ഇന്ന് നമുക്ക് 2 വിശിഷ്ട വ്യക്തികളുണ്ട്. നോക്കിയ ഈ അങ്കിൾമാരെ നോക്കി കേട്ടോ. അതെ, 2 അങ്കിൾമാര് നമുക്ക് ഇന്നുണ്ട്, വന്നിട്ടുണ്ട് ഗസ്റ്റായിട്ട്. ആരൊക്കെയെന്നറിയോ? ചാവടിയിൽ ലയൺസ് ക്ലബ്ബ് എന്ന് പറഞ്ഞ സംഘടനയുണ്ട്. ഇരിക്കുന്നവർക്കൊക്കെ അറിയാലോ അല്ലേ ലയൺസ് ക്ലബ്ബ്? സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വലിയ മുന്നേറ്റം തുടരുന്നു. വെള്ളിയാഴ്ച 22 ക്യാരറ്റ് സ്വർണം പവന് 880 രൂപ വർദ്ധിച്ച് 1,17,680 രൂപയിലും ഗ്രാമിന് 110 രൂപ കൂടി 14,710 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒറ്റയടിക്ക് 3,000 രൂപയിലധികം വർദ്ധിച്ചതിന് പിന്നാലെയുണ്ടായ ഈ കുതിപ്പ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്കാണ് സ്വർണ്ണവിലയെ എത്തിച്ചിരിക്കുന്നത്. ഒരു പവന് 1,17,680 രൂപയാണ് ഇന്നത്തെ നിരക്ക്. ഇതിനു പുറമെ പണിക്കൂലിയും GSTയും കൂടി നൽകുമ്പോൾ ആഭരണവില വീണ്ടും ഉയരും. പണിക്കൂലി 10%, 3% GSTയും കണക്കാക്കിയാൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 1.33 ലക്ഷം രൂപ വരെ ചെലവായേക്കാം. രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളാണ് സ്വർണ്ണവിലയുടെ കുതിപ്പിന് കാരണം. അന്താരാഷ്ട്ര തലത്തിൽ സ്വർണ്ണവില ഔൺസിന് $4,500 കടന്നിരിക്കുകയാണ്. ഡോളർ ദുർബലമായതും ബോണ്ട് ആദായത്തിലുണ്ടായ കുറവും സ്വർണത്തിന് കരുത്തേകി. സാമ്പത്തിക നിയന്ത്രണങ്ങളിൽ ഇളവുകൾ ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷ സ്വർണത്തിലുള്ള നിക്ഷേപ താൽപര്യം വർദ്ധിപ്പിച്ചു. US ഫെഡറൽ റിസർവിന്റെ പണപ്പെരുപ്പ ആശങ്കകളും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ മുതിർന്ന വ്യാപാരികൾക്കുള്ള പെൻഷൻ വിതരണം ചെയ്തു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ പെൻഷൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് MD ഡേവിസ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി NA ഗോവിന്ദകുട്ടി, ട്രഷറർ ഡേവിസ് വെളിയിൽ, വൈസ് പ്രസിഡന്റ് ആൻഡോ മേനാശ്ശേരി, സെക്രട്ടറി ആൻഡോ എരിഞ്ഞേരി, ജോബി മേലേടത്ത്, റൈസൻ ആലൂക്ക, ബിനു മഞ്ഞളി, ഷൈജു പുത്തൻപുരക്കൽ, PV ആന്റണി, KS സലീം, പ്രവീൺ സിദ്ധാർത്ഥൻ, രഞ്ജിത് നാഥൻ, സിന്ധു ബാബു, ഷാജി ആൻഡോ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ദുർബലമായി തുടരുന്ന കാലവർഷം ഞായറാഴ്ച മുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യത. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാലവർഷം ദുർബലമാണ്. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. എന്നാൽ ഞായറാഴ്ച വരെ ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പില്ല. ഈ ദിവസങ്ങളിൽ നേരിയതും ഇടത്തരവുമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഞായറാഴ്ച കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു.
തിങ്കളാഴ്ച 5 ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. ജാഗ്രതയുടെ ഭാഗമായി പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തെ ഇന്ധനവില വർധനവിനെ ന്യായീകരിച്ച് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി. ചാലക്കുടി മർച്ചന്റ് യൂത്ത് വിംഗ് ഓണവിളംബര ഘോഷയാത്ര നടത്തി. കാർഷിക മേഖലയിൽ മികവ് തെളിയിച്ച കുരുന്നു കർഷകന് നാടിന്റെ ആദരവ്. കൊച്ചി മെട്രോ പേരുമാറ്റം ആലോചനയിലില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വലിയ മുന്നേറ്റം തുടരുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.